ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും പെരുന്നാളൊക്കെ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈദിന് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഡിഷസാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യലായിട്ട് കാണിച്ചിട്ടുള്ളത് ചിക്കൻ മഷ്വിയാണ്. അപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ കുറച്ച് ഡിഷസൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് രാവിലെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഉപ്പുമാവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉപ്പുമാവും ചായയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കാനുള്ളതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ലളിതമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് നോമ്പൊക്കെ കഴിഞ്ഞതായതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആർക്കും അധികം വേണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് ഉപ്പുമാവും ചായയാണ്. അപ്പോൾ നമ്മളിത് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പായസത്തിൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഈ പായസത്തിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. ചെറുപയർ പരിപ്പിൻ്റെ പായസമാണ്. അപ്പോൾ ചെറുപയർ പരിപ്പ് ഞാൻ ആദ്യം കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ശർക്കരപ്പാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് ശർക്കരപ്പാവും ചെറുപയറും കൂടെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. പിന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്താണ് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്, പാലൊഴിച്ചിട്ടുണ്ടാക്കുന്നതും കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് വീഡിയോ ഫുള്ളായിട്ട് കാണിക്കാത്തതിൻ്റെ കാരണം അതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കൂടുതൽ പായസം ഉണ്ടാക്കുന്നത് എന്താണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് ബാച്ചിലേഴ്സ് ഉണ്ട് ഇവിടെ, അവർക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പായസത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, വറവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ മഷ്വിയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. ഞാനിതുവരെ കാണിച്ചിട്ടില്ലാത്തൊരു റെസിപ്പിയാണ്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. തൊലിയോട് കൂടി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു തക്കാളി, അതുപോലെ ഒരു ഉള്ളി, ഒരു 6 വെളുത്തുള്ളി അല്ലി, അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയൊന്ന് ഞാനൊന്ന് 4ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഈ അരച്ചതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ചിക്കനിലേക്ക് മൊത്തമായിട്ടുള്ളതാണ്, അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉപ്പിട്ടിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ എരിവിന് ആയിട്ടുള്ള മുളക് പൊടിയും കൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ജീരകപ്പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഗരം മസാലയൊന്നും നിങ്ങൾ ചേർക്കരുത്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അതും നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച്, എരിവിനനുസരിച്ച് വേണം നിങ്ങൾ ചേർക്കാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പാപ്രിക്ക പൗഡറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കുക. ഇനി ഇത് നമ്മൾ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് തന്നെ ചിക്കനിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് ആവാൻ വേണ്ടിയിട്ടൊന്ന് പുരട്ടി വെക്കണം. അതിന് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഈ ബട്ടർ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ബട്ടർ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് തേച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ ഉൾഭാഗത്തേക്കും ഒക്കെ നമ്മൾ നന്നായിട്ട് തന്നെ മസാലയൊക്കെ നന്നായിട്ട് പുരട്ടി വെക്കണം. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ചിക്കൻ വരുന്ന സമയത്ത് ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടാണ് വരിക. പിന്നെ നമ്മൾ കഴുകി എടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇത് നമുക്ക് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്ച്ചോറാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണിക്ക് ഉണ്ടാക്കിയിട്ടുള്ള നെയ്ച്ചോറിന് കുറച്ച് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഞാൻ. ഇനി ഇത് നമ്മൾ ചിക്കൻ്റെ ഉള്ളിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ ബസ്മതി അരിയാണ് ഞാൻ ഇവിടെ ചോറാക്കി എടുത്തിട്ടുള്ളത്. ഉള്ളി, അണ്ടിപ്പരിപ്പ്, അതുപോലെ മുന്തിരിയൊക്കെ നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഇത് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ചിക്കൻ ഇങ്ങനെ നിറച്ചിട്ടൊക്കെ ഫ്രൈ ചെയ്യാറുണ്ട്. നമ്മൾ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടതാണ് ഉള്ളിലൊക്കെ ഫില്ല് ചെയ്യാറുള്ളത്. ഇതൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. നമ്മൾ റൈസാണ് ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് തുന്നിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഒരു നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി കൊടുത്താൽ മതി. പുറത്തൊന്നും പോകില്ല കേട്ടോ. ചോറായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ശരിക്കും നിൽക്കും. അപ്പോൾ നന്നായിട്ട് അടിഭാഗം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് കെട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ സാധാരണ ചിക്കനെ നിറച്ചിട്ട് പൊരിക്കണ സമയത്തൊക്കെ നമ്മൾ സൂചിയൊക്കെ എടുത്തിട്ട് തുന്നി കൊടുക്കാറുണ്ട്. ഇത് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതുപോലെ നന്നായിട്ടൊന്ന് കെട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് നമുക്ക് കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്.
ഇതിലേക്ക് ഈ സമയത്ത് നമ്മൾ ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ചിക്കൻ വേവിച്ചെടുക്കണം. ചിക്കൻ മുഴുവനായിട്ടാണ്, അപ്പോൾ കുറച്ച് സമയം വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഈ ഭാഗവും കുറച്ച് സമയം നമ്മൾ വെച്ചിട്ട് അടച്ച് വെക്കണം. എന്നിട്ട് വീണ്ടും നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ മസാല നന്നായിട്ട് തന്നെ ചിക്കനിൽ വറ്റി നന്നായിട്ട് തന്നെ മസാലയിൽ പിടിക്കണം. ആ സമയത്ത് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ മുക്കി പൊരിച്ചെടുക്കുന്ന ഒരു ഇതല്ല കേട്ടോ, ഗ്രില്ല് ചെയ്യാണ്. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മളിത് രണ്ട് ഭാഗം തിരിച്ചും മറിച്ചു വിട്ടിട്ട് രണ്ട് ഭാഗം നന്നായിട്ട് തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ഇനി ഞാനൊരു 2 ക്യാപ്സിക്കത്തിൻ്റെ ഉൾഭാഗത്തേക്കും കൂടെ ഈ ഒരു റൈസ് ഫില്ല് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പുറത്തേക്ക് റൈസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് തക്കാളിയിലും ചെയ്യാം. തക്കാളിയുടെ ഉൾഭാഗത്ത് ആ കുരു മാറ്റിയിട്ട് ഇതുപോലെ റൈസ് ഫില്ല് ചെയ്തിട്ട് തക്കാളീൻ്റെ ആ ഒരു മാൾഭാഗം വെച്ചിട്ട് നിങ്ങൾക്ക് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതും കൂടെ നമുക്ക് ആ ഒരു ചിക്കൻ്റെ കൂടെ തന്നെ ഇതും കൂടെ നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു ടേസ്റ്റ് ചിക്കനിലേക്കും കിട്ടും, ആ ഒരു റൈസിൻ്റെ ആ ഒരു ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ മഷ്വി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നൂലൊക്കെ നമുക്കൊരു കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു റൈസും ഈ ഒരു ചിക്കനും കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചിക്കൻ മഷ്വി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ ഈ ഒരു റൈസും കൂടെ നമുക്കിതിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ ക്യാപ്സിക്കും ഗ്രില്ലായിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ സമയത്ത് തന്നെ നമ്മൾ ബീഫ് ബിരിയാണിയാണ് ഒന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബിരിയാണി ഞാൻ കാണിച്ചിട്ടില്ല ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ നേരത്തെ ഈ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ട് നോക്കുക. ഇപ്പോൾ കുട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി എന്നൊക്കെ പറയും നമ്മൾ. സാധാരണ ബസ്മതി റൈസിലാണ് ഞാൻ ഈ ഒരു ബിരിയാണി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബിരിയാണിയും കൂടെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ബിരിയാണിയും മഷ്വിയും അതുപോലെ നമ്മൾ പായസം ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതിലേക്ക് പപ്പടം, തൈര്, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് ഡിഷസൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം നമ്മളിത് താഴെ തന്നെ സുഫ്ര വിരിച്ചിട്ട് ഇതിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പം നമ്മൾ ടേബിളിലാവുമ്പോൾ ചെറിയ ടേബിളായതുകൊണ്ട് എല്ലാവർക്കും ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ താഴെ ഫർഷ വിരിച്ചിട്ട് അതിൽ തന്നെയാണ് ഇരിക്കാറുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.